നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തമിഴക രാഷ്ട്രീയത്തിൽ നാടകീയ രംഗങ്ങൾ തുടരുകയാണ്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അപ്രതീക്ഷിതമായി അധികാരത്തിലുണ്ടായിരുന്ന DMK-യെ തകർത്ത് DMK സർക്കാരിനെ വലിച്ച് താഴെയിട്ട് പുതിയ പാർട്ടിയായ വിജയുടെ നേതൃത്വത്തിലുള്ള TVK അധികാരത്തിലെത്തിയത്. അപ്രതീക്ഷിതമായിട്ടായിരുന്നു വിജയ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത്. അതായത് 108 സീറ്റുകളോടുകൂടി വിജയുടെ TVK ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറുകയായിരുന്നു. അപ്പോഴും വിജയ്ക്ക് ഭരിക്കാനാവശ്യമായ ഭൂരിപക്ഷം ലഭിച്ചില്ല. പിന്നീട് പരാജയപ്പെട്ടു നിന്ന DMK മുന്നണിയിൽ നിന്നും ഘടകകക്ഷികളെ അടർത്തിയെടുത്തുകൊണ്ടാണ് വിജയ് മന്ത്രിസഭയുണ്ടാക്കിയത്. അതായത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം ലീഗുമെല്ലാം DMK മുന്നണിയിലുണ്ടായിരുന്ന ഘടകകക്ഷികളായിരുന്നു. ഇവരെല്ലാം വിജയുടെ പാർട്ടിയായ TVK-ക്ക് പിന്തുണ നൽകി സർക്കാർ ഉണ്ടാക്കി. DMK സമ്പൂർണമായി തകർന്നടിഞ്ഞു. മുൻ മുഖ്യമന്ത്രി സ്റ്റാലിൻ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നിന്ന് നാടകീയമായി തന്നെ പരാജയപ്പെട്ടു. ഇതെല്ലാം തമിഴക രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടന്ന നാടകീയ രംഗങ്ങളാണ്. പ്രതിപക്ഷ പാർട്ടിയായിരുന്ന AADMK-ക്കും തകർച്ചയിൽ നിന്നും മുക്തമാകാൻ കഴിഞ്ഞില്ല. തെരഞ്ഞെടുപ്പിന് പിന്നാലെ AADMK രണ്ടായി പിളർന്നു. നിരവധി MLA-മാരാണ് രാജിവെച്ച് പുറത്തുപോയത്. പിന്നീട് TVK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് നിൽക്കുകയാണവർ. ഇങ്ങനെ ADMK-യുടെയും DMK-യുടെയും പതനത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ തകർച്ചയ്ക്ക് ശേഷം BJP-യിലും വലിയ കോളിളക്കങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് തമിഴ്നാട് BJP-യുടെ അനിഷേധ്യനായ നേതാവ് അണ്ണാമലെ പാർട്ടി വിടാനൊരുങ്ങുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തമിഴ്നാട് BJP ഘടകം ഇത് അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ ഒരു വാർത്തയെക്കുറിച്ച് അറിവില്ല എന്നാണ് തമിഴ്നാട് BJP നേതാക്കൾ പ്രതികരിക്കുന്നത്. അണ്ണാമലയും ഈ ഒരു വാർത്തയോട് പ്രതികരിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ അണ്ണാമലെ പാർട്ടി വിടാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾക്ക് ചില കഴമ്പുകളുണ്ട് എന്നാണ് അർത്ഥം. അതായത് ജൂൺ 3-ാം തീയതി അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പാർട്ടി വിടാനുള്ള തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഒരുപക്ഷെ പുതിയ പാർട്ടി രൂപീകരിക്കാനും സാധ്യതയുണ്ട്. രജനീകാന്തുമായി ചർച്ചകൾ നടത്തി കഴിഞ്ഞു എന്നും വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അണ്ണാമലെ എങ്ങനെയാണ് BJP വിടുന്നത്? ഇങ്ങനെ അനിഷേധ്യ നേതാവായി വളർന്ന കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവായിരുന്ന അണ്ണാമലെ എങ്ങനെയാണ് പാർട്ടി വിടുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറിയത്? BJP അധികാരത്തിലിരിക്കുന്ന പാർട്ടിയാണ്, കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയിൽ നിന്നും അങ്ങനെ കൊഴിഞ്ഞുപോക്കൊന്നും ഉണ്ടാകാറില്ല. പക്ഷേ അണ്ണാമലയെ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് പാർട്ടി വിടാനുണ്ടായ സാഹചര്യം എന്താണ്? അതിസങ്കീർണമായ ചില സാഹചര്യങ്ങളാണ് തമിഴ്നാട് BJP ഘടകത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. തമിഴ്നാട് BJP ഘടകത്തിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ കേന്ദ്ര നേതൃത്വത്തെയും ബാധിക്കുന്നുണ്ട്. അതായത് 2019-ലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളിൽ ആകൃഷ്ടനായി, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണരീതികളിൽ ആകൃഷ്ടനായി IPS ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലെ രാജിവെക്കുന്നതും സ്വന്തം ജോലി രാജിവെച്ചുകൊണ്ട് പാർട്ടിയിൽ ചേരുന്നത്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ തീരുമാനിച്ച അണ്ണാമലയ്ക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അദ്ദേഹം നേരെ BJP-യിൽ അംഗത്വമെടുത്തു. ആത്മാർത്ഥതയോടുകൂടി പാർട്ടിയിൽ പ്രവർത്തിക്കാനെത്തിയ ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അണ്ണാമലയെ അങ്ങേയറ്റം പ്രയോജനപ്പെടുത്താൻ BJP കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അണ്ണാമലെ BJP സംസ്ഥാന അധ്യക്ഷനായി, തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അണ്ണാമലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനായി വരുമ്പോൾ പാർട്ടിക്ക് വലിയ സ്വാധീനമൊന്നും തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ദ്രാവിഡ പാർട്ടികളുടെ കുത്തകയായിരുന്നു തമിഴ്നാട് രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ BJP-ക്ക് വലിയ സ്വാധീനമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ BJP ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചില സൂചനകൾ കാണിക്കുന്ന സമയമായിരുന്നു. എൽ മുരുകൻ്റെ നേതൃത്വത്തിൽ BJP ഒരു കുതിപ്പിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് എൽ മുരുകൻ കേന്ദ്രമന്ത്രിയായി മാറുന്നത്. ആ ഒഴിവിലേക്കാണ് അണ്ണാമലെ വരുന്നത്. എൽ മുരുകൻ തുടങ്ങിവെച്ച ആ ഒരു മുന്നേറ്റം അത് അതിവേഗതയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അണ്ണാമലയ്ക്ക് സാധിച്ചു. തമിഴക രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന ശക്തിയായി ഇതാ ഞങ്ങൾ മാറാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടാക്കാൻ അണ്ണാമലയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. ഇന്ന് DMK തകർന്നടിഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇന്ന് വിജയ്ക്ക് DMK-യെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തകർച്ചയ്ക്ക് തുടക്കം കുറിച്ചത് അണ്ണാമലയുടെ പ്രവർത്തനങ്ങളായിരുന്നു. DMK മുന്നണിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ DMK സർക്കാരിനുള്ളിൽ നടക്കുന്ന അഴിമതി കഥകളെല്ലാം അണ്ണാമലെ വലിച്ചു പുറത്തിട്ടു. കുടുംബപരമായ അല്ലെങ്കിൽ പരമ്പരാഗതമായി തന്നെ കുടുംബ പാർട്ടിയായിരുന്ന
DMKയ്ക്കും DMK കുടുംബാംഗങ്ങളിലും നടക്കുന്ന പല കാര്യങ്ങളും അണ്ണാമലൈ പുറത്ത് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു. ഇതൊന്നും നിഷേധിക്കാൻ DMKയ്ക്കോ സ്റ്റാലിൻ്റെ പുത്രനോ ഒന്നും സാധിച്ചിരുന്നില്ല. അത്രമാത്രം DMKയ്ക്ക് ഭീഷണിയായി ഉയർന്നുവെന്ന ഒരു നേതാവായിരുന്നു അണ്ണാമലൈ. 2021 അണ്ണാമലൈ സംസ്ഥാന BJPയുടെ അധ്യക്ഷനായി വരുന്നത്. 2025 ഏപ്രിലിൽ അദ്ദേഹം അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അണ്ണാമലൈയുടെ നേതൃത്വത്തിലാണ് തമിഴ്നാട് BJP തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. അന്ന് തന്നെ ആ തെരഞ്ഞെടുപ്പിൽ AADMKയെ ഒപ്പം കൂട്ടണമെന്ന് കേന്ദ്രത്തിൽ നിന്നും നിർദ്ദേശമുണ്ടായിരുന്നു. പ്രധാനമായും ആ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരുന്നു. എന്നാൽ അണ്ണാമലൈ പറഞ്ഞത് അതിൻ്റെ ആവശ്യമില്ല, പാർട്ടിക്ക് സ്വന്തമായി തമിഴ്നാട്ടിൽ നിലനിൽക്കാൻ കഴിയും, അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനം എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. അണ്ണാമലൈയുടെ ഈ തീരുമാനത്തിന് പിന്തുണ നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അതായത് നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം വളരെ പ്രകടമായി തന്നെ രൂപം കൊണ്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം AADMKയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റയ്ക്ക് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. വോട്ടിംഗ് ശതമാനം 11-12% ഉയർത്താൻ അണ്ണാമലൈക്ക് സാധിച്ചു. പക്ഷേ ഒരു സീറ്റ് പോലും നേടാൻ അണ്ണാമലൈക്ക് കഴിഞ്ഞില്ല. വലിയൊരു തിരിച്ചടിയായി അത് മാറുകയായിരുന്നു. അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിൽ BJPയുടെ വളർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തമിഴ്നാട്ടിൽ BJPക്ക് ഭാവിയുണ്ട് എന്നും അണ്ണാമലൈ വിശ്വസിച്ചു. പക്ഷേ അമിത്ഷാ അത് കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അമിത്ഷാ തമിഴ്നാട്ടിൽ ഒരു മുന്നണി ഉണ്ടായേ പറ്റൂ, AADMKയെ ഒപ്പം കൂട്ടിയേ പറ്റൂ, AADMKയെ ഒപ്പം കൂട്ടി NDAക്ക് മാത്രമേ DMKയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ കഴിയൂ എന്ന ഫോർമുലയാണ് അമിത്ഷാ മുന്നോട്ട് വെച്ചത്. AADMK NDAയിലേക്ക് വരാൻ തയ്യാറായി. പക്ഷേ അണ്ണാമലയെ അവിടെ നിന്ന് മാറ്റിയാലേ, അല്ലെങ്കിൽ അണ്ണാമലൈ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾ അതിന് ഉണ്ടാവില്ല എന്ന് AADMK തീർത്തു പറഞ്ഞു. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെ നിശ്ചയിക്കാനുള്ള അവകാശമൊന്നുമില്ല. ആ അവകാശം ഒരു കാരണവശാലും BJP കേന്ദ്ര നേതൃത്വം AADMKയ്ക്ക് കൊടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇവിടെ AADMKയെ NDAയിൽ ഉൾപ്പെടുത്താനായി അമിത്ഷാ അണ്ണാമലയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റി. അണ്ണാമലയുടെ സേവനം കേന്ദ്ര BJPക്ക് ആവശ്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ 2025 രാജിവെച്ച അണ്ണാമലയ്ക്ക് ഇതുവരെ കേന്ദ്ര നേതൃത്വത്തിൽ ഒരു പദവിയും നൽകിയില്ല. BJPയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഇന്നാകും നാളെയാകും എന്ന് പലതവണ വാർത്തകൾ വന്നു. പക്ഷേ അണ്ണാമലയ്ക്ക് അത് നൽകിയില്ല. അതുകൊണ്ട് തന്നെ അണ്ണാമലൈ അസ്വസ്ഥനായിരുന്നു. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പോലും അണ്ണാമലൈ വ്യാപകമായി NDAക്ക് വേണ്ടി പ്രചരണം നടത്തിയെങ്കിലും അദ്ദേഹം അതൃപ്തി മറച്ചു വച്ചില്ല. ഇലക്ഷൻ ഇൻചാർജായി പലയിടങ്ങളിൽ നിയമിച്ചുവെങ്കിലും പിന്നീട് ആ നിയമന ഓഫറുകളെല്ലാം അണ്ണാമലൈ നിരസിക്കുകയായിരുന്നു. താൻ കൃഷിയിലേക്ക് മടങ്ങാൻ പോവുകയാണെന്നും വേറൊരു പാർട്ടിയിലേക്കുമില്ല, രാഷ്ട്രീയം മതിയാക്കുകയാണ് എന്നുമൊക്കെ അന്ന് പ്രഖ്യാപിച്ചിരുന്നു. എന്നിട്ടും BJP കേന്ദ്ര നേതൃത്വം അണ്ണാമലയെ സംസ്ഥാന BJP അധ്യക്ഷനാക്കാനോ അല്ല എങ്കിൽ കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനോ ശ്രമിച്ചില്ല. ഇപ്പോൾ വിജയ് അവിടെ അധികാരത്തിൽ വരുന്നു. AADMK 4 പാത്രമായി, DMK ആകട്ടെ തകർന്ന് തരിപ്പണമായി. ഇനിയെങ്കിലും BJP സംസ്ഥാനത്ത് ഉയർന്നു വരണമെങ്കിൽ അണ്ണാമലൈ തിരികെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണം എന്നൊരഭിപ്രായം തമിഴക രാഷ്ട്രീയത്തിലുണ്ട്. പക്ഷേ അണ്ണാമലയെ തിരികെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഇതുവരെയും BJP തയ്യാറായിട്ടില്ല. കേന്ദ്ര നേതൃത്വത്തിലും ഒരു പദവിയും കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അണ്ണാമലയ്ക്ക് പാർട്ടി വിട്ടുപോകാൻ മതിയായ കാരണങ്ങളുണ്ട് എന്ന് വ്യക്തം. IPS ഉദ്യോഗസ്ഥനായിരുന്ന അണ്ണാമലൈ സ്വന്തം ജോലി രാജിവെച്ച് നരേന്ദ്രമോദിക്ക് വേണ്ടി ആത്മാർത്ഥമായി പാർട്ടിയിൽ വന്നപ്പോൾ പാർട്ടി കേന്ദ്ര നേതൃത്വം തന്നെ ചതിച്ചു എന്ന തോന്നൽ അണ്ണാമലയ്ക്ക് ഇപ്പോൾ ഉണ്ട്. ആ തോന്നൽ തെറ്റെന്ന് പറയാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നില്ല എന്നൊരു അഭിപ്രായവും അണ്ണാമലയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാർട്ടി വിടുകയാണ്. അദ്ദേഹം ഒരുപക്ഷെ പുതിയ പാർട്ടി പ്രഖ്യാപിച്ചേക്കും എന്നുമൊക്കെയാണ് വാർത്തകൾ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. വരും മണിക്കൂറുകളിൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തത ലഭിക്കുമെന്നാണ് സൂചന. പക്ഷേ വാർത്തകൾ ശരിയാണ് എങ്കിൽ തീർച്ചയായും അണ്ണാമലയ്ക്ക് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകാനേ കഴിയൂ. അണ്ണാമലൈ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായി ശരിയുള്ള തീരുമാനമാണ് എന്ന് ഈ ഘട്ടത്തിൽ പറയാനും സാധിക്കും.